ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പൈനാപ്പിൾ റോസറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിലാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിന് അരക്കപ്പ് പഞ്ചസാര എന്നാണ് ഞങ്ങളുടെ അളവ്. ഞങ്ങളുടെ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ ചെറിയൊരു മധുരമുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോയിഷ് കളറാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കളറുണ്ട്, ആ കളറാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേണിംഗ് ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അനങ്ങുമ്പോൾ അത് വീഴാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കേക്കിനെ 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള വനില സ്പഞ്ച് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളതിൽ വനില എസൻസ് ഒഴിക്കാൻ തന്നെ പകരം പൈനാപ്പിൾ എസൻസ് ഒഴിക്കുക, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ലെയർ യെല്ലോ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതും മിൽക്ക് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് മുഴുവൻ യെല്ലോ വിപ്പിംഗ് ക്രീം കൊണ്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ഒന്നും വേണ്ട കേക്കിന്, കാരണം നമ്മൾ കേക്ക് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റോസറ്റിൻ്റെ നോസിലാണ്. അപ്പോൾ ഏറ്റവും വലിയ റോസറ്റിൻ്റെ നോസിൽ നമ്മൾ യെല്ലോ വിപ്പിംഗ് ക്രീം നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ വലിയ റോസറ്റ്സാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറാണ്, നമ്മളൊരു പൈനാപ്പിളിൻ്റെ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലായിട്ടും കുറച്ച് യെല്ലോ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ റോസറ്റുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ ഒരു ചെറിയ യെല്ലോ കളർ വരും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിൽ മുഴുവൻ റോസറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ സൈഡിൽ ലീഫ് നോസിലുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു മീഡിയം സൈസുള്ള ലീഫിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഗ്രീൻ കളറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി മുകളിലേക്ക് വലിക്കുന്ന രീതിയിലാണ് നമ്മളുടെ കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് കേക്കിൻ്റെ സൈഡ് മുഴുവൻ ചെയ്തെടുക്കാം. നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യരുത്, പതുക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിൽ മുഴുവൻ ലീഫ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിൽ ആ റോസറ്റുകളുടെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ആ ലീഫിൻ്റെ നോസിലുകൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നടുവിലായിട്ട് കുറച്ച് സിൽവർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള, നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.